Hi everyone. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് സാരി മെറ്റീരിയൽ ആണ് ട്ടോ. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ചുരിദാർ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജോർജറ്റ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതിന്റെ കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അതിന്റെ ലൈറ്റ് ഷെയ്ഡ് കൂടി ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാം ട്ടോ. ഇതിന്റെ എല്ലാം ലിമിറ്റഡ് പീസസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഞാൻ ഈ ബ്ലൂ ഡ്രസ്സ് കാണിച്ചിട്ട് ഒത്തിരി പേർക്ക് ബ്ലൂ കളർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കുറച്ച് പീസാട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 1-2 സാരിക്കുള്ള മെറ്റീരിയലാണ് അതിൽ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ മെറ്റീരിയൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇത് ബണ്ടിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൂ ഷെയ്ഡ്. ഇതിൻ്റെ ഓൺലി 2 പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൽ നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ഫ്ലവേഴ്സ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഈ ഇതിൽ ചെയ്തിരിക്കുന്നത് ബ്രസീലിയൻ ഫ്ലവറും പിന്നെ അതേപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. അപ്പം നിങ്ങളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഫസ്റ്റ് വരുന്ന കളറ്. നല്ല ഭംഗിയായിട്ടുള്ള സ്കൈ ബ്ലൂ അല്ലേ. സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല ലൈറ്റായിട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. മെറ്റീരിയൽ നല്ല റിച്ച് ക്വാളിറ്റി മെറ്റീരിയലാണ്. കണ്ടോ, ജോർജറ്റിൽ തന്നെ ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ കോസ്റ്റ് അനുസരിച്ച് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് 110 ആണ്. അപ്പം നമ്മളൊരു 5.5 മീറ്റർ ഒരു സാരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 605 ആണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. കേട്ടോ, മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ ഈ ഡ്രസ്സ് അയൺ ചെയ്തില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അയൺ ചെയ്യാതെ കേട്ടോ. അപ്പോൾ അയൺ ചെയ്താലും പ്രോബ്ലം ഇല്ല, അയൺ ചെയ്തില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. ഇതാ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കവറിലാക്കിയിട്ടാണ് അയക്കുന്നത്. അതേപോലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പാക്കറ്റ് തുറക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ പോളിമെയിലറിലാണ് അയക്കുന്നത്, പാക്കറ്റ് തുറക്കുന്ന സമയത്ത് നൈഫ് സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പോളിമെയിലർ ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചാൽ തന്നെ അത് കീറി വരുന്നതായിരിക്കും. അപ്പം ഞാൻ കുറച്ച് ദൂരേക്ക് അയക്കുവാണെങ്കിൽ കുറച്ച് എന്താ പറയുക, ടേപ്പ് ചുറ്റിയിട്ടൊക്കെയാണ് അയക്കുന്നത്. ഫ്രണ്ടിൽ ടേപ്പ് ചുറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെലോ ടേപ്പ് ചുറ്റുന്നത്. അത് നമ്മൾ മാർക്കർ കൊണ്ട് പേര് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസുകാരുടെ ഒരു അഡ്വൈസ് പ്രകാരമാണ് ഈ ടേപ്പ് ചുറ്റിയിട്ട് അയക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നൈഫ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ സാരിയാണ്. അപ്പോൾ ഈ കവർ കീറുവാണെങ്കിൽ സാരി കീറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് പതുക്കെ വലിച്ചൂടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണർ പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കീറിയെടുക്കുക കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലാക്കിയിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതേപോലെ ഒരു ബാഗിലാക്കും. അപ്പോൾ കുറച്ചുകൂടി അതിനൊരു എന്താ പറയുക, തിക്നെസ് ഉണ്ടാവും, ഒരു സ്ട്രോങ് ആയിട്ട് കുറച്ച് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷമാണ് പോളിമെയിലറിലാക്കി പാക്ക് ചെയ്യുന്നത്. അപ്പോൾ സാരി ഡാമേജ് ആവാനുള്ള ഒരു ചാൻസും ഇല്ല. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കൂടി കാണാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ. ഇതിൻ്റെ 6.5 മീറ്ററും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 5.5 മീറ്ററും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. 5.5 ആകുമ്പോഴേക്കും 605. ഈ 5.5 മീറ്ററിൽ നമുക്ക് സാരി മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുക. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ഇട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കളറിലെ ബ്ലൗസ്, കോൺട്രാസ്റ്റ് ബ്ലൗസ് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ ചിലരെടുത്ത് ചോദിക്കാറുണ്ട് സെയിം കളർ ബ്ലൗസ് തന്നെ അവർക്ക് വേണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ 6.5 മീറ്ററിൻ്റെ സാരി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 5.5 മീറ്ററിന് 605ഉം പിന്നെ ഈ 6.5 മീറ്ററിന് 715 അതാട്ടോ റേറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളർ കൂടെ ഒന്ന് കവർ ചെയ്യുന്ന എടുത്ത് കാണിക്കാം. നിങ്ങളപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക
ഏത് സാരിയാണ് വേണ്ടത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇത് നല്ല പേസ്റ്റൽ കളറാട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മെറ്റീരിയലും നല്ല റിച്ച് ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതിൻ്റെ പിങ്ക് കളറും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് മെറ്റീരിയൽ വന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പിങ്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ലാസ്റ്റ് വീക്ക് ഞാൻ ചെയ്ത വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള 3 കളേഴ്സാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെല്ലാ കളറും സോൾഡ് ഔട്ടാണ്. അതിലാകെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതായി ഒരു ബ്ലൂ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് ഇടാം. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ കളറിലെ ഓർഗൻസ സാരിയാണ്. ഇതും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു സാരിയാണ് കേട്ടോ. ഓർഗൻസ മെറ്റീരിയൽ വർക്ക് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സാരി വന്നിരിക്കുന്നത് 5.5 മീറ്ററിലും വന്നിട്ടുണ്ട്, അതേപോലെ 6.5 മീറ്റർ. അപ്പൊ സാരി മാത്രമാണെങ്കിലും അവൈലബിൾ ആണ്. അതുപോലെ ചിലർക്ക് ബ്ലൗസ് വേണം എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 6.5 മീറ്റർ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് കൂടി ഞാനൊന്ന് പറയാം, 715. 5.5 മീറ്റർ സാരിയുടെ റേറ്റ് വരുന്നത് 750. ഇതാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ്. ഓർഗൻസയിലും ഡിഫറെന്റ് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഓർഗൻസ ഉണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മളിത് വെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയൊരു സാരിയാണ് കേട്ടോ. ഇങ്ങനെ പറന്ന പോലെ ഒന്നും നിൽക്കില്ല. നമ്മൾ ഇടുന്നതനുസരിച്ച് ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു ഓർഗൻസയാണിത്. ഇതിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്താൽ നല്ല ഭംഗിയാണ്. എന്ന് വെച്ചാൽ ഒത്തിരി ഫ്ലവേഴ്സ് ഒക്കെ കുറച്ച് ഷെയ്ഡ് ഇട്ടിട്ടൊക്കെ കൊടുക്കണം. അതായത് ഇപ്പൊ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പീച്ച് കളർ, അതിന്റെ ഇടയ്ക്ക് കൂടി ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ്സ് ഒക്കെ പോവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന പറ്റാവുന്നത്ര നേരത്തെ ചെയ്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഈ സാരിയുടെ റേറ്റ് ഒന്നുകൂടി ഞാൻ പറയാം. 5.5 മീറ്റർ വരുമ്പോഴേക്കും 715 ആണ് വരുന്നത്. അതേപോലെ 6.5 മീറ്റർ വരുമ്പോഴേക്കും 845. നല്ല റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫങ്ഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണിത്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സിൽക്കി കോട്ട സാരിയാണ് കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള പേർപ്പിൾ കളർ വന്നിട്ടുണ്ട്. പേർപ്പിൾ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ എന്താ പറയാ, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതിന്റെയും 5.5 മീറ്ററും പിന്നെ 6.5 മീറ്ററും വന്നിട്ടുണ്ട് കേട്ടോ. 5.5 മീറ്റർ വരുമ്പോഴേക്ക് റേറ്റ് വരുന്നത് 690 ആണ്. ഇത് സിൽക്കി കോട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ, പേർപ്പിൾ കളർ. കണ്ടോ, 690 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 5.5 മീറ്റർ നോർമൽ സാരി ആണെങ്കിൽ ഇത് നല്ല എന്താ പറയാ, പിങ്ക് കോമ്പിനേഷനിൽ ചെയ്ത് നല്ലതായിരിക്കും. പേർപ്പിൾ പിങ്ക് നല്ല കോമ്പിനേഷനാണ്. അതേപോലെ നല്ല ബ്ലൂവും പേർപ്പിളും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി കളർ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം കോണ്ടാക്ട് ചെയ്യാം. 5.5 മീറ്ററിന് വരുന്നത് 690. അതേപോലെ 6.5 മീറ്ററും വരുന്നുണ്ട് കേട്ടോ. അതിന്റെ റേറ്റ് വരുന്നത് 810. 6.5 മീറ്ററിന് 810. അപ്പോൾ ചിലര് ബ്ലൗസും ഇതിന്റെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയാറുണ്ട് കേട്ടോ. ചിലരൊക്കെ അതുപോലെ എനിക്ക് വർക്ക് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ഫോട്ടോസൊക്കെ ഇട്ട് തരാറുണ്ട്. ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. വെച്ചാൽ അത്ര നല്ല ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ തന്നെ പിങ്ക് കളറും അവൈലബിൾ ആണ് കേട്ടോ. പിങ്ക് നമുക്ക് ഒരു സാരിയാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും പ്രീ ഓർഡർ ആയിരുന്നു. അപ്പൊ അത് വന്ന സമയത്ത് തന്നെ സോൾഡ് ഔട്ട് ആയി. ഇതിന്റെ 5.5 മീറ്റർ ആണ്. റേറ്റ് 690. ഇത് രണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട്. ഈ എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള കുറെ കളേഴ്സ് നമുക്ക് പ്രീ ഓർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെറ്റീരിയൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അവർക്കുള്ളതെല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് വീഡിയോ ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ പിന്നെയും ആളുകൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൊടുക്കാനുള്ള പീസസ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്ത് വെക്കണം. അതേപോലെ ഇത് പീച്ച് ഷെയ്ഡാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
ഇതും സിൽക്കി കോട്ടൺ മെറ്റീരിയലാണ്. പീച്ചും എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടു പീച്ച് കളർ അവൈലബിൾ ആണെങ്കിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിൻട്രസ്റ്റിലൊരു പീച്ച് സിൽക്കി കോട്ടയിൽ വർക്ക് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പേർപ്പിൾ ഫ്ലവറിന്റെ ബഞ്ച്. അപ്പൊ അതേപോലെ ചെയ്യാനായിട്ട് സെയിം കളർ വേണമെന്നാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആകെ ഒരു പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇൻക്ലൂഡിങ് ബ്ലൗസ് 6.5 മീറ്റർ ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 810. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സോഫ്റ്റ് ഓർഗന്റെ മെറ്റീരിയൽ ആണ്. അതിന്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കളേഴ്സ് എല്ലാം ഒന്ന് കാണിക്കാം. ഫസ്റ്റ് വരുന്നത് ലൈറ്റ് പിങ്ക് ആണ്, നല്ല ബേബി പിങ്ക് എന്നൊക്കെ പറയാൻ പറ്റും മെറ്റീരിയൽ. ഇതിന്റെ 5.5 മീറ്ററും 6.5 മീറ്ററും അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് കളർ, ലൈറ്റ് കളർ. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലൂ. ഈ സാരി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ കാരി വർക്ക് ചെയ്യുന്ന കേട്ടോ. ചിക്കൻ കാരി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഒരു സാരി ഫുൾ ചിക്കൻ കാരി ചെയ്തതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. മിക്കവാറും നാളെ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡ്. എനിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഈ പർപ്പിൾ ഷെയ്ഡിനാണ്. ഇതിന്റെ 6.5 മീറ്ററിന്റെ റേറ്റ് വരുന്നത് 1420 ആണ്. അതേപോലെ 5.5 മീറ്റർ വരുവാണെന്നുണ്ടെങ്കിൽ 1200. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ഷെയ്ഡ് ആട്ടോ, നല്ല ഡാർക്ക് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡ്. ഇത് നമുക്ക് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ചിക്കു ഷെയ്ഡ്. ഇതിൽ ഞാനൊരു ഗ്രീൻ ചിക്കൻ കാരി വർക്ക് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ഈ സാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിപ്പോ നമുക്ക് അവൈലബിൾ ആണ്. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ച് പിങ്ക് ആൻഡ് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. ഇതിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങളൊരു പിങ്ക്, ബേബി പിങ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ആണ് ഇതിലുള്ളത്. ഇതിലൊരു പീച്ച് ഷെയ്ഡ് കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല പ്യുവർ ബേബി പിങ്ക്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഓർഡർ വന്നതായ നെറ്റ് കോട്ട സാരി കേട്ടോ. ഇതിന്റെ കവർ മാറ്റുന്നില്ലെന്ന് വെച്ചാൽ എല്ലാം കവർ മാറ്റിയിട്ട് തിരിച്ച് കവറിലിടാനായിട്ട് മടിയാവും. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കളേഴ്സ് കാണിക്കാം. ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 585. ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്. ബ്ലാക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ ഈ കാണുന്ന ഒനിയൻ പിങ്ക് അവൈലബിൾ ആണ്. ദെൻ ചിക്കു ഷെയ്ഡ്. ഇതിലും ചിക്കൻ കാരി വർക്ക് ചെയ്താൽ നല്ല ഭംഗിയാട്ടോ. ചിക്കൻ കാരിയുടെ ഞാൻ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാരി ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. ഫിനിഷായ ഉടനെ തന്നെ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് സാരി ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഡാർക്ക് പിങ്ക് കളർ അവൈലബിൾ ആണ്. ഒത്തിരി സാരീസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു. ഇതും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിക്കുവാണ്. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളർ, നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 300 ആണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗിനേഴ്സിന് വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു സാരിയാണ്. അതേപോലെ വർക്ക് ചെയ്താലും വേസ്റ്റ് ആവുന്നൊന്നും വിചാരിക്കേണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് കേട്ടോ. അപ്പൊ ഈ ബ്ലാക്ക് കണ്ടിട്ട് ഒത്തിരി പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. ഇതിന്റെ ഒരു വൈറ്റ് അവൈലബിൾ ആണ്. പക്ഷെ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. കളർ എന്ന് വെച്ചാൽ നമ്മളൊരു ഉജാല മുക്കിയ പോലത്തെ ഒരു വൈറ്റ് കളർ. അതുകൊണ്ടാണ് ആ മെറ്റീരിയൽ ഞാൻ സെല് ചെയ്യാത്തത്. ഉള്ളി ബ്ലാക്ക് കളർ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം.
അതേപോലെ സാരി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. എന്താണെന്ന് വെച്ചാൽ ചില സാരിയെല്ലാം ലിമിറ്റഡ് പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആരാണോ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് വെച്ചാൽ അവർക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.